ഹരേ കൃഷ്ണ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോകൾ ഇടുന്നത്. മോന് ടൈഫോയിഡ് ഫീവർ പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഭഗവാന്റെ കൃപയാൽ സുഖമായിരിക്കുന്നു. നമ്മൾ പരശുരാമന്റെ അവതാര ഉദ്ദേശത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തന്റെ പിതാവിനെ വധിച്ചതിലുള്ള ദുഃഖത്താൽ തന്റെ മാതാവ് 21 തവണ മാറത്തടിച്ച് കരഞ്ഞു. അതുകൊണ്ട് പരശുരാമൻ 21 തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് എല്ലാ ദുഷ്ടന്മാരായ ക്ഷത്രിയ രാജാക്കന്മാരെയും താൻ വധിക്കുമെന്ന് ശപഥം ചെയ്തു. ആ ശപഥം ആരംഭിക്കുന്നത് കാർത്തവീര്യാർജുനൻ എന്ന രാജാവിൽ നിന്നുമാണ്. സുശീല എന്ന ദിവ്യ പശുവിനെയും അവളുടെ കിടാവിനെയും ബലമായി പിടിച്ചുകൊണ്ടു പോകുകയും തന്റെ മുന്നിൽ വന്ന് അവരെ തിരികെ ഏൽപ്പിച്ച് മാപ്പു പറഞ്ഞാൽ ജീവൻ ദാനം നൽകുമെന്നും പരശുരാമൻ പറഞ്ഞപ്പോൾ ഒരു സന്യാസിയുടെ പുത്രന് വെറുമൊരു ബ്രാഹ്മണന്റെ മുമ്പിൽ താൻ ഒരിക്കലും മാപ്പ് പറയുകയില്ലെന്ന് കാർത്തവീര്യാർജുനൻ പറഞ്ഞു. കാർത്തവീര്യാർജുനന്റെ സേനാധിപതിയുമായുള്ള ഏറ്റുമുട്ടലിൽ നിഷ്പ്രയാസം രാമൻ അവനെ വധിച്ചു. ഒരു വശത്ത് ഒരു ബ്രാഹ്മണകുമാരൻ മാത്രം, മറുവശത്ത് വിശാലമായ സേന. വിശാലമായ ആ സേനയെ നിഷ്പ്രയാസം തന്റെ ബാണങ്ങൾ കൊണ്ട് രാമൻ വധിച്ചുകൊണ്ടേയിരുന്നു. കാർത്തവീര്യാർജുനന്റെ 17 അക്ഷൗഹിണി പടകളെയും 100 പുത്രന്മാരെയും രാമൻ വധിച്ചു. ഒടുവിൽ കാർത്തവീര്യാർജുനൻ തന്നെ പോരിനിറങ്ങി. തന്റെ 1000 കൈകളിൽ ദിവ്യാസ്ത്രങ്ങളുമേന്തി പരശുരാമനും കാർത്തവീര്യാർജുനനും തമ്മിൽ ഘോരമായ യുദ്ധം തുടങ്ങി. അവർ പല ദിവ്യായുധങ്ങളും പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഒടുവിൽ കാർത്തവീര്യാർജുനൻ നാരായണാസ്ത്രം പരശുരാമന്റെ മേൽ പ്രഹരിച്ചു. പക്ഷേ നാരായണാസ്ത്രം പരശുരാമനെ പ്രദക്ഷിണം ചെയ്ത് രാമനിൽ വിലയം പ്രാപിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ലെന്നും സാക്ഷാൽ ശ്രീഹരിയുടെ അംശമാണെന്നും കാർത്തവീര്യാർജുനന് മനസ്സിലായി. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.